പോവാം നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രാർത്ഥിച്ച് മാത്രം നിങ്ങളും ഇത് കേൾക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നടക്കാൻ. അപ്പോൾ ഇവിടെ ഈ റീഡിങ്ങിന് പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ, ഏത് പ്രായക്കാർക്കും കാണാം. ടൈപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്, കുറച്ച് യങ്ങായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുകയൊക്കെ ചെയ്യുക, പക്ഷേ അഭിപ്രായങ്ങൾ താഴെ വികലമായിട്ട് എഴുതാതിരിക്കുക. അത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഇവിടെ അങ്ങനെയില്ല, ഇവിടെ എല്ലാ പ്രായക്കാർക്കും കാണാം. ഇതാണ് ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും കൂടി വേണ്ടി ചെയ്യുന്നത്. മറ്റേത് റിപ്പീറ്റായിട്ട് ഇടുന്നതാണ്. അന്നത്തെ എനർജി എന്താണോ അതുപോലെയാണ് ഇടുന്നത്. ഇവിടെ ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾക്ക് പ്രശ്നപരിഹാരമൊക്കെ ചെയ്തു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. ലവ് സ്പെല്ല്, ഇനി അമ്പലങ്ങളിൽ ചെയ്യുന്ന പൂജകൾ, മന്ത്രങ്ങൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബർത്ത് സ്റ്റോൺ എന്താണ് അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണ്ടവർ സമീപിക്കുക. ഫീസ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അപ്പോൾ അവസാനം വരെ കേൾക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫീസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേരോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ നക്ഷത്രം എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടുക. പൂജ മന്ത്രങ്ങൾ അതെല്ലാം ചെയ്യുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി കിട്ടാനാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആരും സബ് ചെയ്യാതെയാണ് കാണുന്നത്. അങ്ങനെ സബ് ചെയ്യാതെ കാണുന്നവർക്ക് അതിൻ്റെ എഫക്റ്റൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ചാനലിലെ അംഗങ്ങളാവാൻ ശ്രമിക്കുക. എന്നാലാണ് ദിവസം രാവിലെ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമായിരിക്കില്ല ഇവിടെ പറയുന്നുണ്ടാവുക, നിങ്ങൾക്ക് റെസനേറ്റ് ആവില്ല. ഇതിൽ അംഗങ്ങളായ അവരുടെ എനർജിയാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് ശ്രമിക്കൂ കേട്ടോ. ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കമൻറ്റ് പിന്നെ ഞാൻ നിങ്ങളുടെ പേരോ നക്ഷത്രമാണ് പറയാൻ താഴെ എഴുതാൻ പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഒറാക്കിൾ എന്താണെന്ന് നോക്കാം. 5 കപ്പാണ് ആദ്യത്തെ കാർഡ്. 2 പെൻഡക്കിൾ, നൈറ്റ് സോഡ്സ്, 5 കപ്പ്, നൈറ്റ് സോഡ്സ്, 3 സോഡ്സ്, അങ്ങനെ കുറച്ച് കാർഡുകളൊക്കെ വിരഹം തന്നെയാണ് പറയുന്നത്. ഇനി സ്റ്റാറാണ് വന്നിരിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസാണ്. ടവർ വന്നു. അതൊരു പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ അകന്നതുമായിരിക്കാം. ഇനി ഡെത്ത് കാർഡ് വന്നു. എൻ്റെ പോലെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. എന്നാൽ ആ വ്യക്തി ലഹരിയോടെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ലഹരിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളവരുടെ ഒരു ലഹരിയാണ്. ഇനി ജെമിനിയാണ് വന്നിരിക്കുന്നത്. ലവ് കാർഡ്. തീർച്ചയായിട്ടും നല്ല പ്രണയമുള്ള ആളാണ്. ഇനി ഡെവിൾ വന്നു. ഇത് കാണിക്കുന്നില്ല. ഇന്നലെ ഞാൻ ആകെ പെട്ടു. ഇവിടെ എംപ്രസ് വന്നു. പറയാം എന്താണെന്ന്. ഒരു കാർഡ് കൂടി എടുക്കട്ടെ. അതും 5 കപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത്. 5 കപ്പ് റിപ്പീറ്റായി വന്നു. ഇന്നലെ പെട്ടത് ജഡ്ജ്മെൻ്റ് എന്ന കാർഡിൽ ന്യൂഡായിട്ടുള്ള ഫോട്ടോ ആണ്. എനിക്കത് ഓർമ്മയില്ല. ഞാനത് വെച്ച് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യം അപ്ലോഡ് ചെയ്തു. അവർ ഓക്കെ ആക്കി തരുന്നില്ല, മോണിറ്റൈസേഷൻ ഓണാക്കി തരുന്നില്ല. അപ്പം ഞാനത് വീണ്ടും ആ ജഡ്ജ്മെൻറ്റ് എന്ന കാർഡ് ജഡ്ജ്മെൻ്റ് എന്ന് എഴുതിയിട്ട് ആ ന്യൂഡ് ഫോട്ടോ മറക്കാൻ ശ്രമിച്ചു. അങ്ങനെ അയച്ചു. അതും വരുന്നില്ല. എന്നിട്ട് അവസാനം ഇതിൻ്റെ തന്നെ എല്ലാ കാർഡുകളും എടുത്ത് ഒന്നുകൂടി റീഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ തന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി. എന്നിട്ട് ആൾക്കാരധികം കണ്ടിട്ടില്ല. നമ്മുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് സോപ്പിട്ട് കുളിപ്പിച്ച് പതപ്പിച്ച് കിടത്തുന്നവരെയാണ് ഇഷ്ടം. സത്യം പറഞ്ഞാൽ പട്ടുസാരി ഉടുത്ത് നിങ്ങളുടെ മുന്നിൽ വന്ന ഒരു കാർഡങ്ങ് നീട്ടിയിട്ട് എന്തെങ്കിലും പറയുന്നതല്ല റീഡിങ്. മനസ്സിലായില്ലേ? ഇവിടെ കാർഡുകളുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് രസിക്കാം, രസിക്കാതിരിക്കാം. ഞാനിവിടെ ചെയ്യുന്നത് പ്രപഞ്ചം തരുന്ന സന്ദേശം നേരെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിലൊരു കള്ളത്തരവും ഇല്ല. പ്രൈവറ്റ് റീഡിങ്ങിലും അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളെ സോപ്പിട്ട് നിങ്ങളെ തെറ്റായ വിവരങ്ങൾ ധരിപ്പിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാശുണ്ടാവും, എനിക്ക് കുറച്ച് വ്യൂ ഉണ്ടാവും. ഞാനാണ് ഇവിടെ വലുതാവുന്നത്, നിങ്ങളല്ല. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ആരാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഒരു ഡോസ് നിങ്ങൾക്ക് തന്നൂല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. മരുന്ന് കൊടുക്കുന്നത് അതിനാണ്, രോഗം മാറാനാണ്. നിങ്ങൾക്കൊക്കെ കുറച്ച് രോഗം മാറേണ്ട ആവശ്യമുണ്ട്. ഇവിടെ വന്നിട്ടുള്ള നക്ഷത്രങ്ങൾ ചതയം, പൂരൂരുട്ടാതി, ഉത്രട്ടാതി, അശ്വതി, ഭരണി, കാർത്തിക, അത്തം, ചിത്തിര, ചോതി. നമ്പറുകൾ 5 2 വട്ടം വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 16 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, 17 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഡെവിൾ കാർഡാണ് ഞാൻ കമഴ്ത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യണം ചില കാർഡുകൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സമ്മതിക്കില്ല യൂട്യൂബ്. ഒരുപാട് പേര് ന്യൂഡ് ഫോട്ടോ ഇട്ടിട്ട് പണക്കാരാവുന്നവരുണ്ട്, അവനവൻ്റെ ശരീരം പ്രദർശിപ്പിച്ചിട്ട്. ഇതൊന്നും യൂട്യൂബ് കാണില്ല.
നമ്മളീ കാർഡ് കാണിക്കുമ്പോൾ പാവം നമ്മളെ ബ്ലോക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അവർ ആലോചിക്കുന്നത്. ഇവിടെ 5 കപ്പ് 2 തവണയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതിൻ്റെ അർത്ഥം ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇമോഷണൽ പെസിമിസം, wallowing in sadness and ignoring the positive aspects, your life or remaining options എന്നാണ് ഇവിടെ പറയുന്നത്. ഇമോഷണൽ പെസിമിസം എന്ന് പറഞ്ഞാൽ വൈകാരികമായ നിരാശാബോധം. വാളോവിങ് സാഡ്നെസ് എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ മുങ്ങിത്താഴുക എന്നാണ്. ആൻഡ് ഇഗ്നോറിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല നല്ല ഓപ്ഷൻസുകളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് നിങ്ങൾ തന്നെ നിരാശയിലും കുറ്റബോധത്തിലും സാഡ്നെസ്സിലും അങ്ങ് മുങ്ങിത്താഴാൻ നിന്നാൽ നിങ്ങളെ ആർക്കെങ്കിലും കരകയറ്റാൻ പറ്റുമെന്നാണ് ഇവിടെ 5 കപ്പ് ചോദിക്കുന്നത്. ഹാർട്ട് ബ്രേക്ക് ആൻഡ് ലോസ്, റിഗ്രറ്റ്, ഇതൊക്കെയാണ് ഈ കാർഡ് തരുന്ന മൊത്തത്തിലുള്ള ഫീലിങ്സ്. അപ്പോൾ എന്താണല്ലോ ആദ്യം വന്നിരിക്കുന്നത്, ഹാർട്ട് ബ്രേക്കാണ്. ഹൃദയഭേദകമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോസ്, നഷ്ടം. സാഡ്നെസ്, ദുഃഖം. റിഗ്രറ്റ്, ഖേദം, നഷ്ടബോധം, കുറ്റബോധം എന്നൊക്കെ പറയില്ലേ, ഒരുപാട് ഫീലിങ്സാണ് 5 കപ്പ് തന്നെ തരുന്നത്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഫലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഓരോ കാർഡും വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നൊന്നും തീരില്ല. ഒരു കാർഡ് 2 പ്രാവശ്യം വന്നുകൊണ്ടാണ് ആ കാർഡുകളുടെ മാത്രം കാര്യങ്ങൾ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റും ഓപ്ഷനുകളുണ്ട്. 5 കപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 കപ്പ് വീണ് കിടന്നാലും 2 കപ്പ് നിവർന്നാണ് ഇരിക്കുന്നത്. 2 ഓപ്ഷനുകളോ 2 വഴികളോ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സ്വയം തീർത്ത കുഴിയിൽ വീണ് കിടക്കുമ്പോൾ അതിന്ന് കരകയറാൻ നിങ്ങൾക്കാവില്ല. ഇങ്ങനെ നിങ്ങളെ പരിഹസിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സ്. നിങ്ങളുടെ പങ്കാളി വിചാരിക്കുകയാണ് എനിക്ക് വിലപ്പെട്ട ഒരു കാര്യം നഷ്ടമാവാനാണ് പോകുന്നത്, എനിക്ക് യാതൊരു വഴിയില്ല അത് കിട്ടാൻ എന്ന് പറഞ്ഞ് നിരാശയിൽ ആണ്ടുപോയ ഒരാളെ ഉയർത്തുക എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ കടമയല്ല. ഇവർ തന്നെ വേണം അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്നൊരു പരിഹാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ സ്ത്രീകളൊക്കെ 40, 45, 50 ഈ പ്രായത്തിലുള്ളവരുണ്ട്. ഇവിടെ 5 കപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. ഈ 5 കപ്പിൻ്റെ കൂടെ വേറൊരു കാർഡ് കൂടി വന്നതുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ പറയുന്നത്. മെനോപോസ്, ആർത്തവ വിരാമം. ഒരു പക്ഷേ അത് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതിനോടടുത്തവരായിരിക്കാം. അവർക്കാണ് ഇത്രയും ഫീലിങ്സ് ഉണ്ടാവുന്നത്. അവർക്ക് ആ സമയത്ത് ഒരു മാഡ്നെസ് ആയിരിക്കാം, ഭ്രാന്തമായ അവസ്ഥയായിരിക്കാം. ഫെമിനിൻ എനർജി ആണെങ്കിൽ, ഈ പ്രായത്തിലുള്ളവരാണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല എന്ന് പറയുന്നത്. ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ വരാം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളങ്ങനെ അവിശ്വസിക്കുക, നമുക്ക് തന്നെ എന്തെന്നറിയാത്ത കുറ്റബോധം ഉണ്ടാവുക, പ്രണയമാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇല്ലാതാവുക, ദുഃഖത്തിൽ മുങ്ങിത്താണിരിക്കുന്ന ഒരാൾ എന്നാണല്ലോ ഇവിടെ ഞാൻ മൊത്തത്തിൽ വായിച്ചു തന്നത്. അതാണല്ലോ അതിൻ്റെ അർത്ഥം, അതാണല്ലോ ഇവിടെ കിട്ടിയിട്ടുള്ള എനർജി. അപ്പോൾ ഈ പ്രായത്തിലുള്ള ലേഡീസാണെങ്കിൽ, 40 കഴിഞ്ഞവരാണെങ്കിൽ ഇതുപോലുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഇവിടെ പറയുന്നത് അവരുടെ കുഴപ്പമാണ് എന്നാണ്. നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കടന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. കിട്ടും എന്ന് പറയുന്ന മറ്റ് കാർഡുകളുണ്ട്. യെസ് എന്ന് വന്നിട്ടുള്ള രാജാവുണ്ട്, യെസ് എന്ന് വന്നിട്ടുള്ള ജെമിനി ഉണ്ട്. ഇത് രണ്ടും ശ്രദ്ധിക്കുന്നില്ല. ലഹരിയാണ്, നിങ്ങളവരുടെ ഒരു ലഹരിയാണ്. സംശയത്തിൻ്റെ നിഴലിലാണ്. അത് തന്നെയാണ് 2 പെൻഡക്കളും പറയുന്നത്. എപ്പോഴും തൂക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടുമോ കിട്ടില്ലേ, കിട്ടുമോ കിട്ടില്ലേ എന്നിങ്ങനെ. അതിന് മാത്രം എന്താണ് നിങ്ങൾക്ക് തമ്മിലുള്ള അന്തരം, ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു പക്ഷേ വളരെയധികം അന്തരമുണ്ടാവാം. കുട്ടികളും കുടുംബമൊക്കെ ഉള്ളവരായിരിക്കാം പ്രണയിക്കുന്നുണ്ടാവുക. കുറച്ച് വയസ്സൊക്കെ ആയി ആർത്തവ വിരാമമൊക്കെ വരുന്ന ആളുകളൊക്കെ ആയിരിക്കാം പ്രണയിക്കുന്നുണ്ടാവുക. ലേഡീസാണെങ്കിൽ ആ പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും. അതെനിക്ക് വിശദീകരിക്കാൻ അറിയില്ല. 40, 50 വയസ്സാവുമ്പോൾ സ്വയം ഹോർമോണുകളുടെ ചേഞ്ച് വരിക, അതൊക്കെ കുറവാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് ഹെൽത്ത് ഇല്ലാതെ ആകുമ്പോഴാണ് നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് ഞാനിവിടെ പറയാൻ കാരണം. ഈ വ്യക്തിക്ക് എപ്പോഴും സംശയമാണ്, ഈ വ്യക്തിക്ക് കിട്ടില്ല എന്നുള്ള നിരാശയാണ്, ഈ വ്യക്തിക്ക് നിങ്ങളൊരു ലഹരിയാണ്. അപ്പുറത്തിരിക്കുന്ന ഷീ ഓർ ഹി ആരുമാവാം. അവരിങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടുന്ന് കരകയറ്റാൻ മറ്റൊരാൾ വിചാരിച്ചാലും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി 2 പെൻഡക്കളാണ്. ഇടയ്ക്ക് വന്നിട്ട് അങ്ങ് ഓണായിട്ട് പോവും, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല, കിട്ടും എന്നുള്ള ഒരു സംശയമാണ്. മുഖം മൂടി വെച്ച പെരുമാറ്റം ഉണ്ട്. അവർക്ക് സ്നേഹമുണ്ടെങ്കിലും സ്നേഹമില്ലാത്ത പോലെ പെരുമാറും.
ചില സമയത്ത് അവഗണിച്ച് പെരുമാറും. അങ്ങനെയൊക്കെ ഉണ്ട്. പല മാനസിക പ്രശ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തിയുടെ പ്രണയം ഭ്രാന്തമായ പ്രണയമാണ്. എന്നാലും അത് തരാൻ മടിയുള്ള സമയങ്ങൾ ചിലപ്പോൾ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. 2 ജാതിയാവാം, 2 മതമാവാം, 2 സാമ്പത്തിക ശ്രേണിയാവാം, 2 കുടുംബമുള്ളവരാവാം, കുടുംബം മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചവരാവാം, ജാതിയിലൊക്കെ വളരെ വ്യത്യാസമുള്ളവരാവാം, സ്വഭാവത്തിൽ വ്യത്യാസമുള്ളവരാവാം, പ്രണയിക്കുകയൊക്കെ ചെയ്യും. 2 പേര് 2 സ്വഭാവമാണെങ്കിലോ ചിലർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാവും, മറ്റേ ആൾക്ക് അതൊക്കെ വെറുപ്പായിരിക്കും. അങ്ങനെയാകുമ്പോഴും 2 പേരും തമ്മിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ ഭ്രാന്തമായ പ്രണയം കൊണ്ട് അലയുന്ന ഒരാളാണ്. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരാളെയാണ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാർഡും കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് ഞാൻ എവിടെ എത്തിച്ചേരണം എന്നുള്ള ബോധമില്ല. പ്രണയത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. എന്നാൽ ആ പ്രണയത്തിലേക്ക് എങ്ങനെ എത്തണം എന്നവർക്ക് വഴി കാണിക്കാൻ ആളുണ്ട് ഇവിടെ. പ്രപഞ്ചം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ 5 കപ്പിൽ യഥാർത്ഥത്തിലുള്ള ആ രണ്ടാമത്തെ 5 കപ്പിൽ കാണിക്കുന്നുണ്ട് ഒരു പുഴ അല്ലെങ്കിൽ ഒരു കടൽ വേണ്ട, പുഴ തന്നെ. അത് മുന്നിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ വെള്ളം കാണിക്കുന്നത് കാർഡുകളിൽ. അത് കടന്ന് അപ്പുറത്ത് പോയാലാണ് നിങ്ങളെ കിട്ടുക. ഞാനൊരു ഉദാഹരണം പറയണ്ട കേട്ടോ. അത്രയും പ്രശ്നമാണ്. നടുക്കു കൂടെ ഒരു നദി ഒഴുകുകയാണ്. നദിയുടെ അപ്പുറത്താണ് കാമുകി അല്ലെങ്കിൽ കാമുകൻ. എങ്ങനെ പോവും എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നദി എന്ന് പറയുന്ന പ്രശ്നങ്ങളാണ്. അവിടെ തന്നെ കുറച്ചങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലമുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ പാലത്തിലൂടെ കൂളായി നടന്ന് അപ്പുറത്ത് കിടക്കാം. ഈ വ്യക്തി അത് കാണുന്നില്ല. ഈ വ്യക്തി തല താഴ്ത്തിയിട്ടല്ലേ നിൽക്കുന്നത്. അതിനർത്ഥം നിങ്ങൾക്കുള്ള ഓപ്ഷനുകളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്കിതിനൊരു വഴിയുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഈ നദിയും വെള്ളവും പ്രശ്നങ്ങളും മാത്രം നോക്കി നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള പാലം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. 3 കപ്പ് വീണ് കിടന്നതോടുകൂടി നിങ്ങൾ തളർന്നു പോയി. എന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരാണ്, എന്നാൽ 2 കാര്യങ്ങൾ അനുകൂലമാണ്. അതാണ് 2 കപ്പ് നിവർന്ന് നിൽക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഈ കറുത്ത തുണിയിൽ പൊതിഞ്ഞ മനസ്സുമായിട്ട്, മനസ്സിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ കറുത്ത തുണിയിൽ പൊതിഞ്ഞത് മനസ്സിനെയാണ്. ആ മനസ്സുമായിട്ട് ചുറ്റിലുള്ള ആ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പുറത്തെ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ പൊതിഞ്ഞ് കെട്ടി സൂക്ഷിക്കുന്നത് എംപ്രസിനെ ആയിരിക്കാം. എംപ്രസ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ, അത് നിങ്ങളായിരിക്കാം. ലവ് കാർഡ് വന്നിട്ടുണ്ടല്ലോ, സോൾമേറ്റുകളാണ്. മീനം രാശി വന്നിട്ടുണ്ടല്ലോ, 5 കപ്പിൽ മീനം രാശിയാണ് നിൽക്കുന്നത്. അതൊന്നല്ല 2 വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇണമീനുകളാണ്. ഇണപ്പാമ്പുകൾ വരുമ്പോൾ അത് പറയാറുണ്ട്. ഇവിടെ ഇണമീനുകളാണ് വന്നിരിക്കുന്നത്. ഇനി സ്റ്റാറാണ് വന്നിരിക്കുന്നത്. ഭൂമിയിലെ ഒരു മൺതിരി ആകാശത്തെ നക്ഷത്രത്തിനെ മോഹിക്കുന്നത് പോലെ എന്നിവർ ചിന്തിക്കുകയാണ്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരു പാലമുണ്ട്, അതുകൂടെ അപ്പുറത്ത് കിടക്കാം. അതിവർ ശ്രദ്ധിക്കുന്നില്ല. തൊട്ടടുത്താണ് കാമുകി നിൽക്കുന്നത്, അതിവർ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ കാമുകൻ. ഇവർക്കൊരൊറ്റ കാര്യം മാത്രമേ അറിയൂ. എനിക്ക് ലഹരിയാണ്, എനിക്ക് ഭ്രാന്ത് പിടിക്കുക അവരകന്നു പോയാൽ, പക്ഷേ എനിക്ക് കിട്ടില്ല. ഇങ്ങനെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് വഴി എന്നാണ് പ്രപഞ്ചം ഇവിടെ ചോദിക്കുന്നത്. പ്രപഞ്ചം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പാലത്തിൽ കൂടെ കൂളായിട്ട് അപ്പുറത്തേക്ക് നടന്നു പോവാം. ഇത് ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. 3 വഴി അടഞ്ഞാലും 2 വഴി തുറന്നു കിടക്കുന്നുണ്ട്, അതും ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. ഇയാൾ മുഖമുയർത്തി കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യാത്തൊരാളാണ്. അപ്പം നിങ്ങൾക്ക് പ്രണയത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതിലൂടെ ധൈര്യം വേണം. കാരണം ഇവർ ഒരു വശം നന്നായി ചിന്തിക്കുമ്പോൾ മറുവശം ഡെവിലിനെ പോലെ ചിന്തിക്കുന്നു. ഡെവിലിന് എനർജി വന്നിട്ടുണ്ട്. 2 പെൻറ്റക്കിളിലും ഡെവിലിനെ പോലെ ചിന്തിക്കുന്നു. എനിക്കതിന് കഴിയില്ല. ഡെവിൽ എന്ന് പറയുന്ന നിരാശയുടെ മൂർധന്യാവസ്ഥയെ കാണിക്കുന്നതാണ്. പ്രലോഭനത്തിനെയും നിരാശയും കാണിക്കുന്നതാണ് ഡെവിൽ. എനിക്കൊന്നും കിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയുടെ പാരമ്യം, നെഗറ്റീവ് ചിന്തയുടെ പാരമ്യം, അതുകൂടി ഡെവിൽ കാണിക്കും. വളരെ അകലെയാണ് നീ എനിക്കൊരിക്കലും നിന്നെ കാണാൻ വയ്യ. എങ്ങനെയാണ് 5 കപ്പ് നിൽക്കുന്നത്? സ്റ്റാർ കൂടിയപ്പോൾ 5 കപ്പ് ഒന്നുകൂടി വിലപിക്കുന്നത് ഇതാണ്. നിന്നെ എനിക്കൊരിക്കലും നേടാൻ കഴിയില്ല, നീ വളരെ അകലെയാണ് എന്ന് ചിന്തിക്കുകയാണ്. 5 കപ്പിനോടുകൂടി ഏസ് ഓഫ് സോഡ്സ് വരുമ്പോൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ലക്ഷ്യബോധം ഇല്ല, എനിക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല, എനിക്കൊന്നിനും വയ്യ, ഞാൻ തളർന്നു, ചരട് പൊട്ടിയ പട്ടം പോലെയാണ് ഞാൻ എന്ന് ഏസ് ഓഫ് സോഡ്സ് ചിന്തിക്കുന്നു. 5 കപ്പിൻ്റെ കൂടെ ടവർ വരുമ്പോൾ ചിന്തിക്കുന്നു, നമുക്കൊരിക്കലും ഒന്നാവാൻ കഴിയില്ല, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ചിതാഭസ്മമായിട്ട് തകർന്ന് വീണ് കഴിഞ്ഞു, കത്തി അമർന്നു കഴിഞ്ഞു.
ഇനി ഒരിക്കലും അതുണ്ടാവില്ല. നമ്മുടെ പ്രണയത്തിൻ്റെ മരണമാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ഇങ്ങനെയാണ് ഡെത്ത് കാർഡ് വരുമ്പോൾ 5 കപ്പ് ചിന്തിക്കുന്നത്. ഇനി 5 കപ്പും എംപ്രസും കൂടി വരുമ്പോൾ ഞാൻ നിന്നെ മറ്റാരും കാണാതെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതൊരു സിംബോളിസമായിട്ട് പറയുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മീനിങ് എന്നാണ് പറയുന്നത്. ആദ്യം വന്നിരിക്കുന്ന 5 കപ്പിനോട് ചേർന്നാണ് നമ്മൾ മറ്റെല്ലാ കാർഡുകളും വായിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ ഡെവിൾ വരെ എന്ന് തന്നെ ഞാൻ പറയാം. ഡെവിളിൻ്റെ ഈ നെഗറ്റീവ് അല്ല 5 കപ്പിൻ്റെ കൂടെ പറയുമ്പോൾ നമ്മൾ പറയുക. കാരണം 5 കപ്പും ഡെവിളും കൂടിയാൽ ഭയങ്കര രൗദ്രഭാവത്തിൽ നിൽക്കുന്ന പ്ലാനറ്റ് പോലും സൗമ്യനായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. യുദ്ധത്തിൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ പോയി തകർച്ചയുടെ മെൻറ്റാലിറ്റിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഡെത്ത് കാർഡ് മരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുക എന്നല്ല കേട്ടോ, പ്രണയം എൻഡായ പോലെയാണ് കാണിക്കുന്നത്. എന്നാലും ഡെത്തും ടവറും തരുന്ന പോസിറ്റീവ് മെസ്സേജ് എസ് എന്ന കാർഡിൻ്റെ കൂടെ വായിക്കുമ്പോൾ പോസിറ്റീവായിട്ട് പറയാനുള്ളത് റീബർത്ത് ഉണ്ട്, റീയൂണിയൻ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ഇങ്ങനെ അലങ്കോലാക്കിയിട്ട് അവർ ചിന്തിക്കുന്നത്. അവർക്ക് ധൈര്യക്കുറവാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പക്ഷേ കുടുംബമാവാം, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവാം. ഞാൻ പറഞ്ഞ പോലെ ജാതിയോ മതമോ വേറെയായിരിക്കാം, സാമ്പത്തികം രണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ ബന്ധം എന്താണെന്ന്. എങ്കിലും ഇവിടെ എസ് എന്ന കാർഡ് 2 എണ്ണം വന്നതുകൊണ്ട് ഈ നെഗറ്റീവ് നോ എന്നത് മാറി എസ്സിലേക്ക് വരും എന്ന് തന്നെയാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ. പ്രണയം സഫലമാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം മുതലേ പറഞ്ഞു പ്രപഞ്ചം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതിനൊരു വഴി തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങളതിലേക്ക് നോക്കാതെ സ്വയം ശപിച്ച് സാഡ്നെസ്സിലേക്ക് ഇങ്ങനെ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സങ്കടക്കടലിൽ മുങ്ങാങ്കുഴിയിട്ട് അതിലേക്ക് അങ്ങനെ നീന്തി പോകുന്നൊരു വ്യക്തി. അതിനപ്പുറം ലോകമില്ല. ആ സങ്കടക്കടൽ എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള പ്രണയമാണ്. നിങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട ഒരാളെയാണ് ഇവിടെ കാണിക്കുന്നത്. കക്ഷി അത്യാവശ്യം നല്ലതുപോലെ മദ്യപിക്കുമെന്നാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. പുരുഷനാണെങ്കിൽ അത്യാവശ്യം എല്ലാ ദുസ്വഭാവങ്ങളുള്ള വ്യക്തി തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് മറ്റു മെസ്സേജുകൾ പറയാനുള്ളത്. സ്ത്രീകളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മെനോപോസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ലേഡീസിന് ആർത്തവ സമയത്ത് പോലും മതിഭ്രമം ഉണ്ടാവും ചില ആളുകൾക്ക്. ആ സമയത്ത് അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഒരു ഭ്രാന്തമായ കാര്യങ്ങളായിരിക്കും. അതവരുടെ ചേഞ്ച് ആവുന്ന ഹോർമോൺസിനെ കുറിച്ചാണ് പറയുന്നത്. അതുണ്ടാവും. വെറുതെ ഇങ്ങനെ കാർഡ് നോക്കിയിട്ട് നിങ്ങളുടെ പങ്കാളിത രാത്രി ടെറസിൻ്റെ മുകളിൽ കയറി നിങ്ങളെ നോക്കിയിരിക്കുന്നു എന്നൊന്നല്ല കാർഡുകൾ പറയുന്നത്. ഞാൻ ഇനി മുതലേ ഒരു കസേരയിട്ട് നിങ്ങളെ നോക്കിയിട്ട് ഒരു കാർഡ് എടുത്ത് വേറെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലോ, എനിക്ക് നല്ലോണം ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ കപട ലോകമാണ്. ഈ കാണാനിരിക്കുന്നവരും കപടന്മാരാണ്. നിങ്ങളെല്ലാവരും കപടത ഉള്ളവരാണ്. ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും. സത്യം അതാണ്. സത്യം പറയുന്നവരെ അംഗീകരിക്കില്ല, നുണ പറയുന്നവരെയാണ് അംഗീകരിക്കുക, വിശ്വസിക്കുക, അവർക്ക് പിന്തുണ കൊടുക്കുക. ഇതൊക്കെയാണ്. പക്ഷേ കാർഡുകൾ പറയുന്നത് ഇതാണ്. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ഇതിൻ്റെ തന്നെ അടുത്ത വശമുണ്ട്. ഒരു കാർഡ് എടുത്താൽ 2 ഓല വായിക്കണം. അപ്പം ഞാനും ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് കുറച്ചങ്ങ് നന്നായി സോപ്പിട്ട് പതപ്പിച്ചിട്ട് ഒരു കാർഡ് എടുത്ത് അതിൻ്റെ വേറെന്തെങ്കിലും അർത്ഥം പറഞ്ഞതെന്ന് സുഖിപ്പിക്കുന്ന അർത്ഥം പറഞ്ഞു തരണം. അപ്പോൾ ഇനി നമുക്ക് നെഗറ്റീവ് തന്നെ പറയാം. ഇവിടെ നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ നിങ്ങളെ അവർ ഉപേക്ഷിച്ച് പോയി എന്നാണ്. 5 കപ്പ് 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതോടുകൂടി വിലപ്പെട്ടതെന്തോ നഷ്ടമായി എന്നുള്ള തോന്നലാണ്. കാറ്റുപോലെ അലയാൻ തുടങ്ങി. ഇതൊക്കെ നിങ്ങളുടെ അവസ്ഥയാണ് കേട്ടോ. ലക്ഷ്യബോധം നഷ്ടമായി. 2 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സാമ്പത്തികമായും ശാരീരികമായും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മുടി വെച്ച് പെരുമാറുമായിരുന്നു. 3 പേരോടെങ്കിലും അവർക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടെന്നാണ് ഡെവിൾ പറയുന്നത്. നല്ലപോലെ മദ്യപിക്കുന്ന വ്യക്തിയാണ്. ടവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിത്തറ ഉണ്ടായിരുന്നില്ല, അതിന് മുകളിലാണ് നിങ്ങൾ ആകാശ ഗോപുരങ്ങൾ പണിഞ്ഞത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ അക്യൂറിയസ് ആണ് ഇവിടെ നിൽക്കുന്നത്. വിഷലിപ്തമായ ബന്ധമായിരുന്നു, ആസക്തികൾ നിറഞ്ഞ ബന്ധമായിരുന്നു. അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ താല്പര്യമുള്ള മറ്റൊരു ലേഡി ഉണ്ടെന്നാണ്. മറ്റ് 2 ലേഡികളുണ്ടെന്നാണ് ഡെവിൾ പറയുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ളൊരു ഫ്രോഡായിട്ടുള്ള ആൾക്ക് വേണ്ടിയാണ് നെഗറ്റീവ് പറയാനുള്ളത്. അപ്പോൾ ഒരു കാമുകനെ അവഗണിച്ചപ്പോൾ മൈലുകളോളം താണ്ടിയിട്ട് അവനെ കാണാൻ പോയി. പക്ഷെ അവൻ കാണാൻ കൂട്ടാക്കിയില്ല, ഇവളെ കാണാൻ കൂട്ടാക്കിയില്ല. കാരണം അവളുടെ അവസ്ഥയും അവൻ്റെ അവസ്ഥയും 2ആയിരുന്നു. അവളെന്ന് പറഞ്ഞാൽ ഈ 5 കപ്പിൽ നിൽക്കുന്നത് പോലെ ഭ്രാന്തമായ പ്രണയമാണ്. അവൾക്കൊരിക്കലും അവനെ നഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിക്കാൻ വയ്യ. അവൻ അവളെ വേണ്ടതാനും. അവൻ പലതവണ അവഗണിച്ച് പെരുമാറി. എന്നിട്ടും ഈ സ്ത്രീയുടെ മനസ്സ്
അവനിലേക്ക് കൂടുതൽ കൂടുതൽ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മരുന്ന് കഴിക്കുക തന്നെ വേണം. ഇതുപോലെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. മരുന്നുകളുണ്ട് നിങ്ങളുടെ ഓർമ്മകളോ ബുദ്ധികളോ ഒക്കെ ഓക്കെ ആക്കാൻ. നിങ്ങൾക്ക് ആ ഓർമ്മകളേ ഉണ്ടാവില്ല. ഹോർമോൺ ചേഞ്ചുകളാണിതൊക്കെ. അതിനുള്ള മരുന്നുകളുണ്ട്, കഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. പണ്ട് കാലം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളില്ല, ഫോണില്ല, ഒന്നുമില്ല. ഒരു നർത്തകിയെ കണ്ടിട്ട് ഒരാൾ പ്രണയിക്കുകയാണ്. ആൾ ഫേമസ് ആയ ആളാണ്, അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഇയാൾക്ക് ഊണും ഉറക്കം ഇല്ലാതായി, ഇവളെ തന്നെ ഓർത്തുകൊണ്ട്. പ്രണയപരവശനായ ഇയാൾ പലവട്ടം ഈ നർത്തകിയെ സന്ദർശിച്ചു. ഇവർ തമ്മിൽ ഫിസിക്കൽ ബന്ധമുണ്ടായി. ഇയാളെ കാത്ത് ഒരു സാധ്വിയായ ബ്രാഹ്മണ സ്ത്രീ, ഇയാളൊരു ബ്രാഹ്മണനാണ്, വേലി കഴിച്ചുകൊണ്ടുവന്ന ആത്തേന്മാർ കാത്തിരിക്കുന്നുണ്ട്. അവരെ നോക്കുക പോലും ചെയ്തില്ല. അങ്ങനെ അവഗണിച്ച പാവം അത് വേദനിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ സ്ഥിരം നർത്തകിയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമായി കഴിഞ്ഞാൽ അവർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയമായി കഴിഞ്ഞാൽ അയാൾക്ക് ഇരിക്കപ്പുറത്തില്ല. അങ്ങനെ ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ കർക്കിടകമാണ്, നല്ല മഴയാണ്. ഇവർക്കിടയിൽ ഒരു പുഴയുണ്ട്, നല്ല മഴയാണ്. ഇയാൾ തോണിക്കാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി ഈ സമയത്ത് തോണി ഇറക്കാൻ യാതൊരു വഴിയില്ല, ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങും എന്ന് പറഞ്ഞു. അതൊന്നും നടക്കില്ല. സമയമായപ്പോൾ അയാൾക്ക് പൊരിയാൻ തുടങ്ങി. അയാൾ വേഗം എടുത്തങ്ങ് ചാടി പുഴയിലേക്ക്. ചാടിയിട്ട് നീന്തി കര കയറി എന്നാണ് പറയുന്നത്. നീന്തി കര കയറാനുള്ള എനർജി ആ സ്ത്രീയുടെ പ്രേമം, ആ സ്ത്രീയെക്കുറിച്ചുള്ള പ്രേമം. എന്തായാലും അയാൾ ചാടി നീന്തുമ്പോൾ ഒരു പൊങ്ങുതടി കിട്ടി, അതിൽ പിടിച്ച് കര കയറി എന്നാണ് പറയുന്നത്. കാറ്റും മഴയായതുകൊണ്ട് പടിപ്പുര വാതിലടച്ചു നർത്തകി. അതിലൂടെ കടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇയാൾ ഒരു മതിലിൻ്റെ സൈഡിൽ തൂങ്ങി നിൽക്കുന്ന വള്ളിയിലൂടെ അകത്തേക്ക് കയറി എന്നാണ് പറയുന്നത്. ഈ മഴയത്ത് എന്തിനാണ് വന്നതെന്ന് അവർ ചോദിക്കുകയാണ്. ഞാൻ വന്നു. എങ്ങനെ നീന്തി കടന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു പൊങ്ങുതടി കിട്ടിയെന്നാണ് പറയുന്നത്. എങ്ങനെ ഇതിനകത്ത് കയറി എന്ന് ചോദിക്കുമ്പോൾ ഒരു വള്ളി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു, അതിലൂടെ പിടിച്ച് കയറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വള്ളി ഈ മതിലിൻ്റെ അടുത്ത് എവിടെയില്ല എന്ന് ഈ സ്ത്രീ. അങ്ങനെ വിളക്കൊക്കെ ആയി വന്നു നോക്കുമ്പോൾ അതൊരു പെരുമ്പാമ്പായിരുന്നു. കാറ്റും മഴയായപ്പോൾ മലയിൽ നിന്ന് ഒലിച്ച് വന്നത് മെല്ലെ അരിച്ച് കയറിയിരിക്കുകയാണ് ഇവരുടെ മതിലിൽ. അതോടുകൂടി തിരുമേനി ഭയങ്കരമായി പേടിച്ചു. അത് പിടിച്ച് വിഴുങ്ങിയതാണെങ്കിലോ വലിയൊരു പെരുമ്പാമ്പ്. അത് കഴിഞ്ഞു. എന്നാൽ പിന്നെ പൊങ്ങുതടി എന്താണെന്ന് നോക്കുകയെന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ കരയത്ത് കിടക്കുന്നത് ഇയാളുടെ ഭാര്യ തന്നെയാണ്. ഇയാൾ പുഴയിൽ ചാടുന്നത് കണ്ടതും ഈ സ്ത്രീ അതിനേക്കാൾ മുന്നേ എടുത്തു ചാടി. അതോടുകൂടി ഈ സ്ത്രീ മരിച്ചു. ഇവർക്ക് നീന്താൻ അറിയില്ല. ആ ശരീരത്തിൽ പിടിച്ച് നീന്തിയിട്ടാണ് ഇയാളെ ഇപ്പുറത്ത് കടന്നിരിക്കുന്നത്. അങ്ങനെ പ്രേമം എത്രത്തോളം ഭ്രാന്തമാക്കുമെന്നാണ് ഈ കഥ പറയുന്നത്. കഥയല്ല, ഇത് ഒരു ഐതിഹ്യമാണ്. വില്യമംഗലം സ്വാമിയാരാണ് ഈ തിരുമേനി. അങ്ങനെ ഭാര്യയുടെ ചിത കത്തിക്കുമ്പോൾ എൻ്റെ ഈ കണ്ണുകളാണല്ലോ ഈ നർത്തകി എന്നെ ഇത്രമാത്രം മോഹിപ്പിച്ചത്, ഇനി എനിക്ക് കാഴ്ച വേണ്ട എന്ന് പറഞ്ഞ് രണ്ട് കണ്ണും ഈ ഭാര്യയുടെ ചിതയിൽ കിടക്കുന്ന തീക്കൊള്ളി എടുത്ത് രണ്ട് കണ്ണിലും കുത്തി എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അന്ധനായി എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഒരു കാഴ്ച അയാൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഐതിഹ്യമായിട്ടാണ് പറയുന്നത്. നടന്നതോ ഇല്ലാത്തോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പ്രേമം എത്രത്തോളം ഭ്രാന്തമാണെന്നും എത്രത്തോളം ഒരാളെ പ്രകോപിപ്പിക്കുമെന്നും ഏതറ്റം വരെ അവർ സഞ്ചരിക്കുമെന്നും ഒക്കെ പറഞ്ഞു തരുന്ന ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെയാണ് നിങ്ങളും. ഇന്ന് പുഴയില്ല, അല്ലെങ്കിൽ ഇന്ന് മലമ്പാമ്പില്ല, എന്നാലും നിങ്ങൾ പല സാഹസിക പ്രവർത്തികളും ചെയ്യുന്നുണ്ടാവും ഇത് കാണുന്നവർ. പ്രത്യേകിച്ച് കുറച്ച് പ്രായം കടന്നു പോയവർ, കുറച്ച് വയസ്സായവർ, അവർക്കാണ് ആക്രാന്തം ജാസ്തി. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് എന്നോട് അധികം ആൾക്കാർക്ക് താല്പര്യമില്ലാത്തത്. സത്യമല്ലേ? 20-നും 30-നും ഇടയിലുള്ളവർക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടുന്ന. 40-50 കഴിഞ്ഞവർക്ക് അറിയുന്നത് എന്താണെന്നറിയോ? പുറകിൽ നിൽക്കുന്നത് കാലനാണ്. അപ്പം കിട്ടുന്നത് വേഗം ആക്രാന്തത്തോടു കൂടി ആസ്വദിക്കുക, അതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏജിന് പറ്റിയ ആൾക്കാരെയാണോ പ്രണയിക്കുന്നത് എന്നൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് പ്രണയം തന്നെയാണോ അതോ ഇവിടുത്തെ ഡെവിൾ എനർജിയാണോ എന്നൊന്നറിയുക. നിങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണോ? ഞാൻ പറഞ്ഞില്ലേ, അർത്ഥവിരാമത്തിനോടടുത്തവർക്ക് കുറച്ച് മാഡ്നെസ്സും കൂടി ഉണ്ടാവും. അതും പ്രണയവും കൂടി കലരുമ്പോൾ നിങ്ങൾ മറ്റൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലുള്ള പ്രായമാണോ നിങ്ങളുടെ എന്നുകൂടി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്തായാലും വന്ന് നോക്കാം. പ്രായമൊന്നും ഇവിടെ പ്രശ്നമല്ല കേട്ടോ. ഇവിടെ എന്താണോ കാണുന്നത് അത് അപ്പടി തന്നെ ഞാൻ പറഞ്ഞു തരും. അതിന് യാതൊരു തർക്കവുമില്ല. കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ പറയും. ഭാര്യ ആരുടെങ്കിലും കൂടെ ഓടിപ്പോയ ശേഷം ഒരു ടാരോ റീഡറെ സമീപിക്കുമ്പോൾ അവർ പറയുന്നതാണ് 3 കൊല്ലം കഴിഞ്ഞ് വരുമെന്ന്. എങ്ങനെയുണ്ട്? ഒരു പുരുഷനോടാണ് പറയുന്നത്. ഭാര്യ ഒരാളുടെ കൂടെ ഓടിപ്പോയി കഴിഞ്ഞാൽ
ആ പുരുഷനോട് ഞാനാണെങ്കിൽ പറയും പോയി പണി നോക്കാൻ പറ, ഇനി അവിടെ കാത്തിരിക്കേണ്ടെന്ന് പറയും. അതാണ് രണ്ട് തരം ചിന്താരീതി. സോപ്പിടുന്നവർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സോപ്പിടാൻ അറിയാത്ത ഞാൻ അതിൻ്റെ സത്യം നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പുരുഷനെ പറ്റിച്ചു പോയോളെ ഇനി ഇവർക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മുടെ റീഡിങ്ങിൻ്റെ രീതി. ഇവിടെ കിട്ടുന്ന സത്യം നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിലും അത് പറഞ്ഞു തരും. അപ്പോഴത്തെ ആ വിഷമേ ഉണ്ടാവും, പിന്നീട് നിങ്ങൾ സത്യത്തിനെ ഉൾക്കൊള്ളാൻ പഠിക്കും. മറ്റേത് ഇങ്ങനെ സോപ്പിട്ട് ചിലപ്പോൾ കാർഡിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ അറിയാഞ്ഞിട്ടായിരിക്കാം. സോപ്പിട്ട് നിങ്ങളിങ്ങനെ പ്രതീക്ഷിച്ച് ഓരോ തവണ റീഡിങ് എടുക്കുമ്പോഴും നാളെ വരും മറ്റന്നാൾ വരും കാത്തിരിക്കൂ എന്ന് പറഞ്ഞു കൊടുത്ത് ഒരാളെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പറ്റിപ്പൊന്നും ഇവിടെ ഇല്ല. വേണമെങ്കിൽ സമീപിക്കുക, നിങ്ങൾക്ക് പരിഹാരം വേണമെങ്കിൽ പറഞ്ഞു തരും. നിങ്ങളുടെ റീഡിങ് എടുത്ത ശേഷം മാത്രമാണ് പരിഹാരം പറഞ്ഞു തരുള്ളൂ. ഈ റീഡിങ്ങും പരിഹാരവും കൂടി നമുക്ക് ഇവിടെ ഒന്ന് ചോദിക്കാനുണ്ട്. നിമിത്തം നോക്കിയിട്ടേ ഞാൻ പറഞ്ഞു തരൂ. എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ പറയുന്നത്. ഇവിടെ നോക്കും, അത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അതിന് പൈസ അടയ്ക്കാൻ പറയാറുള്ളൂ. വെറുതെ നിങ്ങൾക്കത് 500 രൂപയും വാങ്ങി എന്തെങ്കിലും പറഞ്ഞു തരുന്നതല്ല. ഇവിടെ ഞാൻ ചോദിക്കും. ഇവിടെ എനിക്ക് അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു നിമിത്തം കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോയാലോ. എത്ര പറഞ്ഞു തന്നാലും നിങ്ങളൊന്നും പഠിക്കാൻ പോകുന്നില്ല. കാരണം ആയിരക്കണക്കിന് ടാരോ റീഡർമാരാണ് നിങ്ങളെ വഴിതെറ്റിക്കാനിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവരിങ്ങനെ സുന്ദരിമാരായി ചമഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു മുഖം മാത്രം കാണിക്കുന്നുണ്ട്. ഒരു ടാരോ റീഡർ മുഖം മാത്രം കാണിക്കുന്നുണ്ട്. കാർഡ് എവിടെ എടുക്കുന്നുണ്ട്, അവിടേക്കല്ല ക്യാമറ വെച്ചിരിക്കുന്നത്, മുഖത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഉദ്ദേശം എന്താണെന്ന്. അത് കുറേ നോക്കിയുള്ളത് പോയി കാണുകയും ചെയ്യും. അതൊക്കെ ചില ഞരമ്പ് രോഗികൾക്ക് മാത്രമാണ് അത്തരം റീഡിങ്ങൊക്കെ പിടിക്കുള്ളൂ. മുഖം കണ്ടുകൊണ്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ ആളെ കണ്ടുകൊണ്ടൊക്കെ കുറേ ഞരമ്പ് രോഗികളുണ്ട്. അവരാണ് അത്തരം റീഡിങ്ങിൽ അഡിക്റ്റ് ആവുന്നത്, ഫോളോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുപോലുള്ള ഒരു പറ്റിപ്പും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ വളരെ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ, വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. സത്യത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ റീഡിങ് കാണുന്നുണ്ട്, എന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കിയാലോ. സെപ്പറേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് അയാൾക്ക് ദുഃഖം അനുഭവിക്കുന്ന 5 കപ്പ് സെപ്പറേഷനെയാണ്. ഇനി ഇവിടെ ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. അർജുനനും സുഭദ്രയാണ്. ഇനി കണ്ണനും രാധയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രണയമൊക്കെ സത്യമുള്ളതാണ്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ സെപ്പറേഷൻ്റെ വക്കിലാണ്. അതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നായവരുണ്ട്, വിവാഹ ഇതര ബന്ധങ്ങളുമുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. സ്ത്രീകളിലെ അമിത ആർത്തവ വിരാമം. വാട്സപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണേ. മിക്കപ്പോഴും നെറ്റ് ഓഫാക്കിയിടാറാണ് പതിവ്. ഇന്ന് അറിയാതെ ഓണാക്കിയിട്ടു. അതുകൊണ്ടാണ് ഈ വരുന്നതെല്ലാം പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ ആൾക്കാരാണ് കേട്ടോ. നിറച്ച് തിരക്കുണ്ട് എനിക്ക്. വേണ്ടവർ സമീപിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ജോലിയെക്കുറിച്ചാണ്. ആർത്തവ വിരാമത്തിനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിലെ അമിത ആർത്തവം പറഞ്ഞു, പ്രഗ്നൻസി പീരീഡ് പറഞ്ഞു. ഇനി നമുക്ക് ജോലി നോക്കാം. ജോലി പറയുന്നത് എഴുത്തുകാരാണ്, പത്രമാധ്യമങ്ങളാണ് എന്ന് പറയുന്നുണ്ട്, വാട്ടർ അതോറിറ്റി പറയുന്നുണ്ട്, ബിസിനസ്സുകൾ, ഹോട്ടൽ പറയുന്നുണ്ട്, എയർഫോഴ്സിൽ ജോലി പറയുന്നുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്, ബ്യൂട്ടി രംഗം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. ഇനി നമുക്ക് പൊതുവായ കാര്യങ്ങൾ പറയാം. ആരൊക്കെ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിലെ അപകടം പറയുന്നുണ്ട്, മരണം നിൽക്കുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. എന്നാൽ ഒരു മെസ്സേജ് വരുമെന്ന് പറയുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ ഉന്നതിയാണ് പറയുന്നത്. വീട്, വസ്തു, വാഹനം വാങ്ങാനുള്ള യോഗം പറയുന്നുണ്ട്. പങ്കാളിയിൽ നിന്നൊരു പ്രേമലേഖനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. റൊമാൻറ്റിക് സന്ദേശം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നേരത്തെ മെസ്സേജ് വന്നതുപോലെ വാട്സപ്പിൽ വരിക, ഞാൻ ഡീറ്റെയിൽ തരും. നിങ്ങൾ ക്യാഷ് അടച്ച ശേഷം മാത്രമാണ് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ മെസ്സേജുകളും ക്യാഷ് അടച്ച ശേഷം കോൺടാക്റ്റ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അത് മാത്രമേ ഞാൻ സമ്മതിക്കാറുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ തരുമ്പോൾ തന്നെ അത് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പരിഹാരം വല്ലതും വേണമെങ്കിൽ 1500 തന്നെ അടയ്ക്കുക. അപ്പോൾ കാർഡ് റീഡിംഗ് നടത്തിയ ശേഷം നിങ്ങൾക്ക് എന്താ പരിഹാരം വേണ്ടതെന്ന് ഇവിടെ നോക്കിയ ശേഷമാണ് അത് ഞാൻ തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൂജകളൊക്കെ ചെയ്യുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് റീഡിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയും കൂടി അവിടെ ഉണ്ടാവും.
അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ഞാൻ ചോദിക്കും എന്ത് പരിഹാരമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നിമിത്തം നോക്കിയിട്ടാണ് പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. വേണമെങ്കിൽ സമീപിക്കുക. ഏത് വിഷയത്തിനെക്കുറിച്ചും വേണമെങ്കിൽ പറഞ്ഞു തരും. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. കൺട്രോൾ ഇഷ്യൂവിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. അത് നിങ്ങൾക്കാണെങ്കിൽ അവർ മാറിപ്പോകണം, അല്ല നിങ്ങളെ അവരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാറിപ്പോവുക, അവിടെ നിൽക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ കൺട്രോൾ ഇഷ്യൂ കളയുക. ന്യൂ ലവ് ആണ് പറയുന്നത്. കോളിംഗ് യുവർ സോൾമേറ്റ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. യു ഡിസർവ് ലവ് എന്നും പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അർഹത ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുക, അല്ലെങ്കിൽ അവർ മാറിപ്പോവുക. അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുക. ന്യൂ ലവ് വന്ന ആൾക്കാരുണ്ട്. സോൾമേറ്റ് വിളിക്കും എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ഒടുക്കത്തെ മെസ്സേജ് എടുക്കാം. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പുരുഷ റീഡറെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാനൊരു റീല് കണ്ടു. അത് ഇംഗ്ലീഷാണ്. ആ റീലിൽ പറയുന്ന അതേ കാര്യങ്ങൾ അത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ റീൽ കണ്ടപ്പോൾ ആ റീലിൽ പറയുന്ന അതേ കാര്യങ്ങൾ ഇയാൾ മലയാളത്തിലെ കാർഡ് വെച്ചിട്ട് പറയുന്നു. അതേ വാക്കുകൾ, ഒരു വാക്ക് പോലും മാറിയിട്ടില്ല. അപ്പോൾ അത് രണ്ടും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതങ്ങനെ മോഷ്ടിച്ച് ഇവിടെ പറയണമെന്ന്. അപ്പോൾ എങ്ങനെ അതൊരു എനർജി ആവുക? മദാമ എടുക്കുന്ന കാർഡിന് അവർക്ക് അപ്പം കിട്ടിയിട്ടുള്ള എനർജിയാണ് അവർ പറഞ്ഞു കൊടുത്തത്. അതേസമയം അവനവന് ഇഷ്ടമുള്ള കാർഡ് വെച്ചിട്ട് ആ മദാമ പറഞ്ഞ അതേ റീഡിങ് മലയാളത്തിൽ ഇപ്പുറത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ എനർജി ആവുക? അത് കോപ്പിയടിയല്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറേ കൊള്ളരുതായ്മകൾ കാണുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. തേർഡ് പാർട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാൻ നിൽക്കുന്നതെന്നാണ് ചോദിക്കാനുള്ളത്. അത് ലക്ഷങ്ങൾ കണ്ടിട്ടുമുണ്ട് കേട്ടോ. ഐ മിസ് യു എന്നാണ് പറയുന്നത്. ആ റീലിൻ്റെ കോപ്പി അടിച്ചതിന് മെമ്മറീസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. പക്ഷേ ഉപദേശിക്കുന്ന എനിക്ക് ആൾക്കാരില്ല, എനിക്ക് വേണമെന്ന നിർബന്ധവുമില്ല. എന്തിനാണ് പറ്റിക്കുന്ന ആൾക്കാരെ? പിന്നെ ഒന്നാമത് 1 ലക്ഷം പേര് ഫോളോ ചെയ്താലും 10 ലക്ഷം പേര് ഫോളോ ചെയ്താലും ഞാനൊന്നേ കണക്കാക്കുന്നുള്ളൂ. ഈ 10 ലക്ഷം വിവാഹിതരെ ബന്ധമുണ്ടെന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. കാരണം ടാരോ റീഡിങ്ങിൽ ഫോളോ ചെയ്യുന്നവരിൽ 99.4% പേരും എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകാരാണ്, അവിഹിതം. അത് തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ കുറേ ഫോളോ ചെയ്തിട്ട് എന്താ കാര്യം? എന്തായാലും അത് അത്ര നല്ല ബന്ധമല്ലല്ലോ, അതല്ലേ പറയാനുള്ളത്. അതുകൊണ്ട് പറ്റിക്കപ്പെടുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും, റീഡിങ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ 3 കൊല്ലമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് കൂടുതൽ പേരും അത്തരം ആളുകളാണ്. അത് പറയില്ല ഞാൻ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവരെ അല്ലെങ്കിൽ ദമ്പതികൾ അവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കൂ, ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ചില വിവാഹിതര ബന്ധങ്ങളിൽ ചില അമ്മച്ചിമാർ വന്നിട്ട് താഴെ വല്ലാതെ റൊമാൻസൊക്കെ പറഞ്ഞ് എഴുതും. അമ്മച്ചിക്ക് 65 വയസ്സാണ്, അയാൾക്ക് 58 വയസ്സുമാണ്. അമ്മച്ചി ഇയാളും തമ്മിൽ വിവാഹിതര ബന്ധമാണ്. ഇയാൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അമ്മച്ചിയുടെ തീരുമാനം. അപ്പം അതുപോലുള്ള വികലമായ ബന്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ വിമർശിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം എനിക്ക് അർഹതയില്ലാത്ത ഒരാളെയാണ് ഞാൻ എൻ്റെ തടവിലിട്ടിരിക്കുന്നതെന്ന്. ഫിസിക്കൽ റിലേഷനാണ് കൂടുതലും. എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത് ഈ 63 വയസ്സ് കഴിഞ്ഞിട്ടും ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുകയാണ് കേട്ടോ. അമ്മച്ചിയുടെ അടുത്ത് അയാൾ വന്നത് ഓക്കെ, സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ സ്നേഹം കിട്ടിയത് ഓക്കെ, ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉള്ളത് ഓക്കെ. അമ്മച്ചിക്ക് ആകെപ്പാടെ ഒരു ആവശ്യമുള്ളൂ, ഇയാൾ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ പാടില്ലെന്ന്. അത് ഓക്കെ ആണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് പറയൂ. അത് ഓക്കെ അല്ലല്ലോ. എനിക്ക് ഓക്കെ അല്ല. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് ഈ ആൾ പോകാൻ പാടില്ല എന്നുള്ളത് അമ്മച്ചിയുടെ തെമ്മാടിത്തരം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിനാണ് പണ്ടുള്ളവർ പറയുന്നത് കണ്ടതും കേട്ടതും മിണ്ടണ്ടാന്ന്. എന്നാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, ഞാൻ ചിലത് പറയും. അതെൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എന്തായാലും എല്ലാവരുടെ കൂടി ഭഗവാൻ ഉണ്ടാവട്ടെ. ഇതുപോലെ കൺഫ്യൂഷനായിരിക്കുന്ന അമ്മച്ചിമാർക്കും സ്വാഗതം, ചെറുപ്പക്കാർക്കും സ്വാഗതം, ദമ്പതിമാർക്കും സ്വാഗതം. എല്ലാവർക്കും നിങ്ങളുടെ കാര്യം അറിയാൻ എൻ്റെ അടുത്തേക്ക് സ്വാഗതം. പക്ഷേ കണ്ട കാര്യം മാത്രമേ പറയൂ, അതാണ് ഒരു കുഴപ്പമുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ റീഡിംഗ് ഇവിടെ നിർത്തിയാലോ?